ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത് whatever but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix their problem. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഞങ്ങൾക്ക് ജഗതിനെ തോന്നി. മേജർ രവി ലൈക്ക് ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. ഓക്കെ, മേജർ രവി ഒരുപാട് ഷോ ആക്കി. അതായത് ചെറുപ്പത്തിൽ ഞാൻ കാണുന്ന കുട്ടിയാണ്, ജനിച്ചപ്പോൾ എൻ്റെ കയ്യിൽ വീണതാണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഷോ ആക്കി. ഈ സംഖ്യയ്ക്ക് അറിയില്ല ഇപ്പോഴത്തെ ജനറേഷന്. ഓരോ ജനറേഷനും ഓരോ ഇതുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനൊന്നും അറിയില്ല എന്ന് ഇദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ഇയാൾ പറയാനാര്? സ്വന്തം അച്ഛനും അമ്മേൻ്റെ അടുത്ത് നിന്നാണ് ഇങ്ങനെ പറയുന്നുള്ളത്. അപ്പോൾ ഇയാളാര് വിസ്മയാക്കൊന്നും അറിയില്ല. വിസ്മയ ചെറിയ കുട്ടിയാണ്, അവൾ ഭയങ്കര ഓവർ സെൻറ്റിമെൻറ്റ്സാണ്. അവിടെ അടിക്കുന്നത് കണ്ടിട്ട് മാത്രമാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് വിസ്മയ. സോ ഇവനെപ്പോലത്തെ എന്താ പറയാമെന്നറിയില്ല, സംഘിച്ചാണകം ഇങ്ങനെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്ന് അറിയില്ല. ഇയാളൊരു മേജറായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഇയാൾ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്. മേജർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നിലകൊള്ളുന്നവർ ഒരാൾക്കാരായിരിക്കണമല്ലോ പട്ടാളം. പട്ടാളം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്ത്യ രാജ്യത്തുള്ള ഓരോ ആളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്. പക്ഷേ ഇയാൾ മേജറാണോ? ഐ ഡോണ്ട് നോ. ഒരു മേജർ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? വർഗീയം? നോ, ഐ ഡോണ്ട് നോ. അപ്പോൾ ഹിന്ദുക്കളെ മാത്രമേ പട്ടാളം രക്ഷിക്കൂ, മുസ്ലിങ്ങളൊന്നും രക്ഷിക്കില്ല, ഒള്ളി സംഖ്യനെ മാത്രമേ രക്ഷിക്കൂ? അങ്ങനെയാണോ പട്ടാളം? ഐ ഡോണ്ട് നോ. എനിവേ, നമുക്ക് ഈ മൂപ്പം പറഞ്ഞൊന്ന് കേട്ടോക്കാം. ഇപ്പം കുറച്ച് ആൾക്കാരെ എനിക്ക് വിളിക്കുന്നുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തുകൊണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാള് ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നതും അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട്, നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് ഈ സംഭവം, എന്താണ് ഈ അജിറ്റേഷൻ? അവിടെ കണ്ട് ചെറിയ കുട്ടീനെ അടിക്കുന്നു, കുട്ടികളെ അടിക്കുന്നു എന്ന് കണ്ടപ്പോൾ ചെറിയ കുട്ടി ഇല്ല അവിടെ. കുട്ടികളെന്നും നിങ്ങൾ പറയുന്നവരേ ഉള്ളൂ. അപ്പൊ അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ എന്താ ചോദിച്ചാൽ ഞാൻ നീറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, എന്നിട്ട് എന്താ നീറ്റിന്റെ ഫുൾ ഫോം എന്താ അതുപോലെ അറിയാത്ത ആൾക്കാരാണ് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ആ കുട്ടിയുടെ ആ ഒരു വികാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും വലിയ. അപ്പോൾ ഇയാൾ പറഞ്ഞത് കേട്ടല്ലോ, ഇതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ അതന്നെ ഇയാൾ പറഞ്ഞെങ്ങനെയാണ്. അപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത് മോഹൻലാലിൻ്റെ ഫാമിലി ഇയാളെ കയ്യിലാണെന്നാണ്. മോഹൻലാൽ ഫാമിലിൻ്റെ കൺട്രോൾ ഇയാളെ കയ്യിലാണോ? മോഹൻലാൽ ഫാമിലിയിൽപ്പെട്ട വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി, ജെൻസി, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി, ലോകത്തിനറിയുന്ന പെൺകുട്ടി, പുറം ലോകത്ത് പഠിച്ച പെൺകുട്ടി, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി പറയുന്നത് വെറും അറിയാത്തത് കൊണ്ടാണ്, രാഷ്ട്രീയം അറിയാത്തത് കൊണ്ടാണ്, അതറിയാത്തത് കൊണ്ടാണ്, ഇതറിയാത്തത് കൊണ്ടാണ്. എന്താണ് വൈ? സ്വയം നാറുന്ന ഒരു മേജർ, സ്വയം നാറുന്ന ഒരു മേജർ, അതാണ് ഇദ്ദേഹം. ഓക്കെ, ബൈ ഗൈസ്.